الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും പ്രിയം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ്, സ്ഥലം മുദരിസ്, എൻ്റെ സുഹൃത്തും കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഉസ്താദുമാർ, കമ്മിറ്റി ഭാരവാഹികൾ, മുഅ്മിനീൻ മുഅ്മിനാത്തുകൾ, അല്ലാഹു നമ്മളെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. വലിയ സന്തോഷമാണ് മജ്ലിസ് കാണുമ്പോൾ. വളരെ അച്ചടക്കമുള്ള മജ്ലിസ് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ അറിയാം, നമ്മളെ നാടുകളിൽ, എല്ലാ നാടുകളിലും വെള്ളിയാഴ്ച രാത്രി അല്ലെങ്കിൽ തിങ്കളാഴ്ച രാത്രി സ്വലാത്തൊക്കെ നടക്കാനുണ്ട്. ആഴ്ചയിൽ നടക്കുകയും മാസത്തിൽ വിപുലമായി നടക്കല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ മജ്ലിസ് ഇൻഷാ അല്ലാഹ് ആഴ്ചയിൽ നമ്മളെല്ലാവരും വരികയും ഇത് വിജയിപ്പിക്കുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ മജ്ലിസ് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും നമ്മളെ ഓരോരോ സെക്കൻഡും ഓരോരോ മൈക്രോ സെക്കൻഡും ഹബീബിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മളെ മനസ്സിൽ വേണം. അങ്ങനെയാകുമ്പോൾ അല്ലാഹു കബൂൽ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. അല്ലാഹു നമ്മളെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. നമുക്ക് നേരത്തെ നസിഹത്ത് കേട്ടവരാണ്. ഞാൻ ഇവിടെ എത്താനെന്ന് കാരണം ഒരു നിലക്കും കൂടെ എത്തേണ്ട ആളല്ല. ബഹുമാനപ്പെട്ട എന്റെ അമ്മോഷൻ കാക്കയായ സയ്യിദ് സാദാത്ത് തങ്ങൾ ഇന്ന് ഉംറയിലേക്ക് ഇന്നലെ പോയി. അല്ലാഹു ഉംറ റാഹത്തോടെ കൂടെ സന്തോഷത്തോടെ കൂടെ ചെയ്യാനും അത് മഖ്ബൂലും മബ്റൂറുമായ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ എന്നെ ഏൽപ്പിച്ചത് കൊണ്ട് ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കാണാനും നിങ്ങളെ ദുആയിലും നിങ്ങളെ കൂടെ ഉൾക്കൊള്ളാനും എനിക്ക് സാധിച്ചതിന് സന്തോഷമുണ്ട്. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെയും നമ്മളെ സുന്നി സമൂഹം, മുസ്ലിം സമൂഹം വലിയ വിഷമത്തിലാണ്. ബഹുമാനപ്പെട്ട നമ്മളെ ഖാദിയും നമ്മളെല്ലാമെല്ലാമായ നമ്മളെ പ്രശ്നത്തിലും ആശാ കേന്ദ്രമായിരുന്ന ബഹുമാനപ്പെട്ട ഖുറത്ത് സദാത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ്. വലിയ വിഷമമാണ്. നമ്മൾ ഇന്നും ആരും അത് വിശ്വസിക്കുന്നില്ല. പറയുമ്പോൾ അന്ന് നമുക്കറിയാം, ഈ വാർത്ത കേട്ടപ്പോൾ പലരും പല വാട്സപ്പുകളിൽ പറയുന്നു, സത്യമല്ലാതെ നിങ്ങൾ പറയരുത്, ഉറപ്പിച്ച് പറയണം. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുന്നേ തങ്ങളുടെ ഉസ്താദ് പരിപാടിക്ക് പോയ വ്യക്തിയായിരുന്നു. അതാണ് മനുഷ്യന്റെ ജീവിതം പറയുന്നത്. ഏത് നിമിഷവും നമ്മളെ മരണം അടുത്തേക്കിരിക്കുന്നു. നമ്മളെ കൂടെ ആരുമില്ലെങ്കിൽ നമ്മളെ കൂടെ മരണമുണ്ടെന്നുള്ള ചിന്ത നമുക്ക് വേണം. നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല, പക്ഷേ നമ്മൾ എവിടെ ഒറ്റക്കായാലും നമ്മളിനി ഏത് ഗുഹയിലോടിച്ചാലും മരണം നമ്മളെ തേടിയെത്തും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നേരത്തെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞത്, ഇവിടെ ഇന്ന് തങ്ങൾ ഉസ്താദിന്റെ അനുസ്മരണം നടത്താത്തത്, അത് നടത്തേണ്ടത് ഇൻഷാ അല്ലാഹ് വലിയ വിപുലമായി നേരത്തെ എന്നോട് പറയുമ്പോൾ തന്നെ ഗൗജിയായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് വലിയ വിപുലമായി നടത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സാദാത്ത് തങ്ങളുടെ നേതൃത്വത്തിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കുമെന്നുള്ളത് അറിയിക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ഉണർത്തുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലത്തെ മഹാന്മാരെ, അതായത് ഇതുപോലത്തെ മഹാന്മാരെ നമ്മൾ ദിക്റുകൾ പറയുമ്പോൾ, അവരെ സ്മരിക്കുമ്പോൾ, അവരിലൂടെ കൂടെ നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് അടുക്കുമ്പോൾ നമ്മളെ ഹൃദയം നന്നാകുന്നു. അല്ലാഹു തആല ആ ബഹുമാനപ്പെട്ട നമ്മളെ നേതാവ് ഖുറത്ത് സാദാത്ത് ഖുറത്തങ്ങൾ ഉസ്താദിന്റെ എന്നും അവിടുത്തെ നോട്ടം നമ്മളെ കൽബിലേക്കും നമ്മളെ നാടിലേക്കും നമ്മളെ മജ്ലിസിലേക്കും അല്ലാഹു ഉടനീളം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇന്ന് 3ന്റെ ദിവസം കൂടിയാണ്. എല്ലായിടത്തും അവിടത്തേക്ക് വേണ്ടി അനുസ്മരണവും ഖുർആൻ ഓതുകയും തഹ്ലീൽ ചൊല്ലുകയും ചെയ്യുന്നു. അല്ലാഹു നമ്മളെ മജ്ലിസിൽ നിന്നുള്ള മിസ്ല സവാബ് അവിടുത്തെ ഹദറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷമായി ഇവിടെ വന്നെത്തിയപ്പോൾ നമ്മളെ സുഹൃത്ത് ഉസ്താദിന്റെ ദർസ് ഇവിടെ ഉണ്ടാന്ന് പറഞ്ഞപ്പോൾ
അൽഹംദുലില്ലാഹ് 30ഓളം വിദ്യാർത്ഥികൾ മുത്തഅല്ലിമികൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഭക്ഷണം നമ്മൾ വീട്ടിലേക്ക് പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങനെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. കാരണം ഞാൻ കുറച്ച് മുന്നേ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ദർസിൽ പഠിച്ച വിദ്യാർത്ഥിയായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് എനിക്ക് മർക്കസിൽ പോയി, ലോ കോളേജിൽ പോയി അവിടെ നിന്ന് LLB കഴിയാനും അതുപോലെ തന്നെ സഖാഫി നേടാനും സാധിച്ചത് നിങ്ങളെ പോലത്തെ ഇങ്ങനത്തെ മുഅ്മിനീങ്ങൾ അന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്നെ കൂടെ നിന്നത് കൊണ്ടായിരിക്കാം. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കെയും അവരെ സന്തോഷത്തോടുകൂടെ അവർക്ക് വേണ്ട കാര്യങ്ങൾ സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കണം. ഇവിടെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ഇവിടെ എല്ലാ രീതിയിലും ചെയ്യുന്നെന്ന് നമുക്കറിയാം. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഭക്ഷണത്തിലായിക്കോട്ടെ, അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും, അതുപോലെ കിതാബാണെങ്കിലും അതുപോലെ തന്നെ ഇന്ന് നമ്മളെ മുത്തഅല്ലിമീങ്ങൾ അതല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി മുത്തഅല്ലിമായി അവന്റെ ഭാര്യയായി ദർസിൽ നിന്ന് കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ രണ്ട് വിദ്യം അവനക്ക് ഭൗതികവും ആത്മീയവും ഒരേ രീതിയിൽ കരസ്ഥമാകുന്ന സിറ്റുവേഷൻ ഇന്നെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് എല്ലാ രീതിയിലും ഭൗതികമായി നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ഏത് വേദിയിലെത്തുമ്പോൾ നമുക്ക് ആരെ മുമ്പിൽ തലനാത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരുത്താൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഏത് വേദിയിലെത്തുമ്പോൾ ഏത് ഡിപ്പാർട്ട്മെന്റ് ചെല്ലുമ്പോഴും അവിടെ നിങ്ങൾക്ക് എല്ലാ രീതിയിലും കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമുക്ക് അത് വലിയൊരു നേട്ടമാണ്. ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ ഈ ഒരു വലിയൊരു ഇവിടെ അഭിവൃദ്ധിയും ഇവിടുത്തെ വലിയൊരു ഈ കാര്യത്തെ കൊണ്ടാണ് ഇന്ന് കാണുന്ന കുറെ സഖാഫികളും കാണുന്ന വലിയ വലിയ ഉസ്താദുമാരൊക്കെയും ഇന്ന് വലിയ സ്ഥാനത്തെത്തിയതെന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹു അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്ത് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണ്. നമുക്കൊക്കെയും ഒരു പ്രശ്നമില്ല, ഒരു ബേജാറില്ല. അതേ നേരെ മറിച്ച് ഇന്ന് നമ്മളെ ഇതേ സ്ഥാനത്തിരിക്കുന്ന ഈ ഇസ്രായേലിന്റെ വലിയ പ്രശ്നത്തിലും അവർ ആക്രമണത്തിനിടയായി അതാ നമ്മളെ സഹോദരന്മാർ ഫലസ്തീനിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെയും ഓരോരോ നിമിഷവും അൽഹംദുലില്ലാഹ് പറയണം. കാരണം അവർ ഓരോരോ ശ്വാസം എടുക്കുന്നതും ഒരു ബോംബിന്റെ മുമ്പിലും ആയുധത്തിന് മുമ്പിലുമാണ് നാം മനസ്സിലാക്കണം. അവരുടെ ഈമാനും നമ്മുടെ ഈമാനും താരതമ്യപ്പെടുത്തിയാൽ നമ്മുടെ ഈമാനും ഒന്നുമല്ലായിരിക്കും. കാരണം നമുക്കൊരു പനി വന്നാൽ, ചെറിയൊരു തലവേദന വന്നാൽ അന്ന് സുബഹി നിസ്കാരമില്ല, അന്ന് ളുഹർ നിസ്കാരമില്ല, അന്ന് നമ്മൾ ചെയ്യുന്ന പല അദ്കാറുകളും നമ്മിൽ നിന്ന് വിട്ടുപോവുകയാണ്. അതേ സ്ഥാനത്ത് നമ്മളെ സഹോദരന്മാർ ഫലസ്തീനിൽ ഇരുന്ന് വലിയ വിഷമമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചെറിയൊരു സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഫലസ്തീനിൽ ഇരുന്ന ഉമ്മ ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് കത്തിച്ചാമ്പലാവുകയാണ്. ആ ബോംബ് വീണ് വലിയ വിഷമത്തിലിരിക്കുമ്പോൾ അവിടെ ആൾക്കാർക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. എന്റെ ഭാഷ ഇരുന്നുണ്ടല്ലോ. ആ രക്ഷപ്പെടുത്താൻ കഴിയാതപ്പോൾ അവിടെ ചെറിയൊരു കുട്ടി, ഈ ഉമ്മയുടെ പിഞ്ചോമന കുട്ടി, എന്നും ലാലിച്ചുകൊണ്ട് എന്നും സ്നേഹത്തോടെ കൂടെ ഉണ്ടായിരുന്ന ആ കുട്ടി അവിടെ ഈ രംഗം കാണുകയാണ്. എന്താ കാണുന്നത്? എന്റെ ഉമ്മ അവിടെ അതാ എന്റെ മുമ്പിൽ കത്തിച്ചാമ്പലാകുന്നു. അവിടുന്ന് സഹിക്കാൻ പറ്റുന്നില്ല ആ കുട്ടിക്ക്. അങ്ങനെ അവിടെ എല്ലാവരും പിടിച്ചു വെക്കുമ്പോൾ അതൊന്നും കൂട്ടാകാതെ ആ കുട്ടി ആ ഉമ്മ കത്തുന്ന ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നു. സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കണം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് ശരീരവും അതാ മരിച്ചതായി മയ്യത്ത് കാണുന്നു. ഉമ്മയും ആ കുട്ടിയും ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മരിച്ച് കത്തിച്ചാമ്പലായിരിക്കും. സുബ്ഹാനല്ലാഹ്, നമുക്ക് എത്ര അനുഗ്രഹമാണ് അല്ലാഹു തരുന്നത്. നമുക്ക് നോക്കിയേ, ഇന്ന് നമ്മൾ കാണുന്ന നമ്മളെ മക്കൾ സ്കൂളിലേക്ക് പോകുന്നു, നമ്മളെ മക്കൾക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു. എല്ലാം അല്ലാഹു തന്നത് നമ്മൾ എന്തെങ്കിലും അല്ലാഹുവിനോട് കടപ്പാടുള്ളത് കൊണ്ടാണോ? അല്ല, അല്ലാഹു നമ്മൾ ഓരോ നിമിഷം നമുക്ക് തരുന്ന ശ്വാസം, അതായത് every breath you take is a step towards death ആണ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ എടുക്കുന്ന ഓരോ ശ്വാസവും നമ്മൾ മരണത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് നാം മനസ്സിലാക്കണം. ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസവും ഞാൻ മരണത്തിലേക്ക് കടന്നു പോവുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതുപോലത്തെ മജ്‌ലിസുകൾ വരുമ്പോൾ, അതുപോലെ തന്നെ ഇങ്ങനെ നമ്മളെ ദർസിൽ മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കുമ്പോഴും നമ്മൾ എന്താകുകയാണ്? നമ്മൾക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അല്ലാഹുവിലേക്ക് അടുക്കുന്നു. അല്ലാഹു നമ്മളെ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം അവർക്ക് വേണ്ടി ദുആ ചെയ്യണം.
നമുക്കൊക്കെ അറിയാം ഖുതുബകളിലൊക്കെയും ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇത് ഒരു ചെറിയ സംഭവം മാത്രം ഞാൻ പറയുന്നത്. എത്രയാണ് അവിടെ കുട്ടികളെ തിരിച്ചറിയുന്നത് എങ്ങനെയാണ് അറിയോ? രാവിലെ കുട്ടി ഉണർന്നാൽ ആ കുട്ടിയുടെ കയ്യിലേക്ക് പേന കൊണ്ട് എഴുതുന്നു എന്താ എന്നത് മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ അലുവയാണ്. ഇത് ഇയാളുടെ മകളാണ്. മരിച്ചു കഴിഞ്ഞാൽ മുഖത്തിന് തിരിച്ചറിയുന്നില്ല, ശരീരം തിരിച്ചറിയുന്നില്ല. ആ ഒരവസ്ഥയിൽ കയ്യിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ആ മയ്യത്തിനെ കൊണ്ട് മറമാടുന്ന അവസ്ഥയാണെന്ന് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, എത്ര സന്തോഷമാണ്. നമ്മളെ മക്കൾക്ക് ഒരു പ്രശ്നമില്ല. നമ്മളെ മക്കളെ നമ്മൾ നന്നാക്കി എടുക്കേണ്ട ബാധ്യത നമ്മൾക്കാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു മജ്‌ലിസ് നമ്മൾ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ നമ്മളെ മക്കൾ ഏത് രീതിയിലായിരിക്കും നമ്മൾ ചിന്തിക്കണം. കാരണം സ്കൂളിലേക്ക് പോകുമ്പോൾ, അതുപോലെ തന്നെ ഏതെങ്കിലും ചങ്ങായിമാരെ ഫ്രണ്ട്ഷിപ്പ് നടത്തുമ്പോഴും, അതെങ്കിലും ഏത് കടയിലേക്ക് കയറി പോകുമ്പോഴും നാമൊക്കെയും മനസ്സിലാക്കാനുണ്ട്, നമുക്കൊക്കെയും തെറ്റ് വരാനുണ്ട്. എന്താണ് തെറ്റ് വരുന്നത്? എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല, എന്റെ കുട്ടി അങ്ങനെ ചെയ്യുന്നവനല്ല, അങ്ങനെ തന്നെ പാടി നടക്കും. പക്ഷേ ഒരു പോലീസോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന് കയ്യിൽ നിന്ന് അറസ്റ്റായി വരുമ്പോൾ കഞ്ചാവോ അതല്ലെങ്കിൽ മയക്കുമരുന്നിന് വേണ്ടി, സുബ്ഹാനല്ലാഹ്, ഞാൻ പറയുന്നത് എന്തിനാണ് അറിയോ? എനിക്ക് വിഷമം ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ് പറയുന്നത്. ഞങ്ങൾ രാവിലെ കോടതിയിലേക്ക് പോകുമ്പോൾ അവിടെ ഈ കഞ്ചാവ് പോലത്തെ MDMA പോലത്തെ ഇങ്ങനത്തെ മാദകം വസ്തുക്കൾ, ആ മസ്താക്കുന്ന വസ്തുക്കൾ അവിടെ പിടിച്ചുകൊണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ അത് സേവിച്ചുകൊണ്ട് അത് വിൽപ്പന നടത്തിക്കൊണ്ട് എത്രയോ ചെറിയ 18ഉം 15ഉം അതല്ലെങ്കിൽ അതിന്റെ താഴെ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ന് അവർ ഇതിൽ അടിമപ്പെട്ടു പോയി. ഇന്ന് കോടതികളുടെ മുറ്റത്ത് കയറുമ്പോൾ നാമൊക്കെ മനസ്സിലാക്കണം എവിടെയാണ് പ്രസക്തിയുള്ളത്. എന്റെ മകൻ ഏത് സമയത്ത് ഏത് മിനിറ്റും അതല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അവന്റെ ബാഗ് ചെക്ക് ചെയ്യേണ്ട അവസ്ഥ നമുക്കുണ്ട്. കാരണം ഈ അടുത്ത് നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു കുട്ടികളിൽ എല്ലാവരും അവരെ ആക്ടിവിറ്റി, അതായത് പ്രവർത്തനങ്ങൾ മാറി മറിയാൻ തുടങ്ങി. ഇതെല്ലാം ടീച്ചർമാർ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ നിർത്താൻ പോവുകയാണ്. ഇതുവരെ നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ടീച്ചർമാരൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്താണ്? അങ്ങനെ ഒരു കുട്ടിയുടെ കയ്യിൽ മുറിവാണുള്ളത്, ബ്ലേഡ് കൊണ്ട് കീറിയിരിക്കുന്നു. അങ്ങനെ കുറെ കീറലുണ്ട്, കയ്യിലും കാലിലും കീറലുണ്ട്. അങ്ങനെ ഈ കുട്ടിയെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ക്ലാസ്സിലിരിക്കുന്ന 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്ന വിദ്യാർത്ഥി, ഈ ക്ലാസ്സിലിരിക്കുന്ന പല വിദ്യാർത്ഥികളും പെൺകുട്ടികളും ആൺകുട്ടികളും കയ്യിലും ഇതുപോലെ ഒറ്റ മുറിവുണ്ട്. അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ അവർ ബാഗ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ബാഗിലിരിക്കുന്ന മയക്കുമരുന്ന് പൊടിയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അവർ പെട്ടുപോകാണ്. അതുകൊണ്ട് രക്ഷിതാക്കളെ നാം മനസ്സിലാക്കണം, ഇതുപോലൊരവസ്ഥയിൽ നമ്മളെ മക്കൾ പോകാൻ പാടില്ല. അല്ലാഹു നമ്മളെ മക്കളെ ഖിയാമത്ത് നാൾ വരെ നമ്മളെ മക്കളെല്ലാവരും കാത്തു സലാമത്താക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഖുറാത്തങ്ങൾ ഉസ്താദിന്റെ പേരിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് 33 തഹ്ലീൽ ചൊല്ലി നമുക്ക് ദുആയിലേക്ക് കടക്കാം. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقوله لا إله إلا الله 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 لا إله
illallah la ilaha illallah ilaha illallah la ilaha illallah